ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 5 ഇംഗ്ലീഷിൻ്റെ നോബഡീസ് ഫ്രണ്ട് എന്ന് പറയുന്ന ലെസണാണ്. എന്താണ് ലെസണിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് ആദ്യം നമുക്ക് നോക്കാം. നോബഡീസ് ഫ്രണ്ട്, ആരുടെയും സുഹൃത്തല്ല. വളരെ വിചിത്രമായൊരു പേരാണല്ലേ. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോവാം. ഡു യു ലൈക്ക് മേക്കിംഗ് ഫ്രണ്ട്സ്? നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതല്ലേ, കൂട്ടുകാരെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ഷെയർ യുവർ തിങ്സ് വിത്ത് അതേഴ്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളൊക്കെ മറ്റുള്ളവരുമായി പങ്കിടാൻ ഇഷ്ടമാണോ? ഡു യു തിങ്ക് ദെയർ ഈസ് എനി ചൈൽഡ് ഹൂ ഹാസ് നോ ഫ്രണ്ട്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില കുട്ടികളല്ലേ, ഏതെങ്കിലും ഒരു കുട്ടി ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത ഒരാളെക്കുറിച്ച്? അങ്ങനെ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അല്ലേ. നമുക്ക് എന്തൊരു ഫ്രണ്ട്സാ, വീടിനടുത്ത് ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂളിൽ പോകുന്നിടത്ത് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻസോ മ്യൂസിക്കോ ഡാൻസോ ഒക്കെ പഠിക്കാൻ പോകുന്നിടത്ത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. അങ്ങനെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്കൊരു ഫ്രണ്ട് ഇല്ലാത്ത, ആരുടെയും ഫ്രണ്ട് അല്ലാത്ത കുട്ടിയെ പറ്റി? ഇല്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ലെസണിലേക്ക് പോവാം. ഇത് വളരെ ചെറിയൊരു പോമാണേ. റീഡ് ആൻഡ് എൻജോയ്. She had some sweets that she wouldn't share. She had a book that she wouldn't lend. She wouldn't let anyone play with her doll. She is nobody's friend. She had some sweets that she wouldn't share. അവളുടെ കയ്യിൽ, ഇവിടെ ഒരു കുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അവളുടെ കയ്യിൽ ധാരാളം സ്വീറ്റ്സ് ഉണ്ട്, പലഹാരങ്ങളുണ്ട്, മധുര പലഹാരങ്ങൾ. ഷീ ഹാഡ് എ ബുക്ക് ദാറ്റ് ഷീ വുഡിൻറ്റ് ലെൻഡ്. അവിടെ കയ്യിൽ ബുക്കുണ്ട്. പക്ഷേ ഇവിടെ ഈ മധുര പലഹാരങ്ങൾ ഇവൾ ആരുമായിട്ടും ഷെയർ ചെയ്യില്ല. അതുപോലെ ബുക്ക് വേറെ ആർക്കും കൊടുക്കില്ല. ഷീ വുഡ് നോട്ട് ലെറ്റ് എനിവൺ പ്ലേ വിത്ത് ഹെർ ഡോൾ. നോക്കി, അവിടെ കയ്യിലൊരു ഭംഗിയുള്ള ഡോളും ഉണ്ട്. ആ ഡോൾ കൊണ്ട് വേറെ ആരും കളിക്കാൻ അവൾ സമ്മതിക്കാറേയില്ല. ഷീ ഈസ് നോബഡീസ് ഫ്രണ്ട്. അവൾ ആരുടെയും സുഹൃത്തല്ല. He had some toffee and ate every bit. He had a tricycle he wouldn't lend. He never let anyone play with his train. He is nobody's friend. He had some toffee. അവൻ്റെ കുറച്ച് നല്ല മിഠായികളുണ്ട്, ടോഫി ഉണ്ട്. ആൻഡ് ate every bit. ഓരോ കഷ്ണം അവൻ തന്നെ തിന്നാണ്. He had a tricycle he wouldn't lend. അവൻ്റെ കയ്യിലൊരു ട്രൈ സൈക്കിളുണ്ട്, 3 വീലുള്ള സൈക്കിളിനാണ് നമ്മൾ ട്രൈ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നല്ല മനോഹരമായൊരു ട്രൈ സൈക്കിൾ ഉണ്ടായിട്ടും അത് അവൻ ആർക്കും കൊടുക്കില്ല. ഹി നെവർ ലെറ്റ് എനിവൺ പ്ലേ വിത്ത് ഹിസ് ട്രെയിൻ. അവനൊരു കളിപ്പാട്ടൻ ടോയ് ട്രെയിനുണ്ട്. ആ ടോയ് ട്രെയിനും അവൻ ആരുമായിട്ടും കളിക്കാൻ കൊടുക്കാറേയില്ല. ഹീ ഈസ് നോബഡീസ് ഫ്രണ്ട്. അവൻ ആരുടെയും സുഹൃത്തല്ല. ബട്ട് I will share all my sweets with you. My bowl and my books and my games I will lend. Here is half my apple and half my cake. I am your friend. പക്ഷെ ഞാനെങ്ങനെയാണെന്ന് നോക്കി, ഇവിടെ കൊച്ചു പെൺകുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ട്. ഞാനെങ്ങനെയാണ്? ഐ വിൽ ഷെയർ ഓൾ ഓഫ് മൈ സ്വീറ്റ്സ് വിത്ത് യു. നിങ്ങളുമായിട്ട് ഞാൻ എൻ്റെ എല്ലാ മധുര പലഹാരങ്ങളും, എന്താണ്, മിഠായികളും എല്ലാം ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മൈ ബോൾ ആൻഡ് മൈ ബുക്ക് ആൻഡ് മൈ ഗെയിംസ് ഐ വിൽ ലെൻഡ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഏതൊക്കെയാണ്? എൻ്റെ കയ്യിലുള്ള ബോള്, എൻ്റെ കയ്യിലുള്ള ബുക്ക്, എൻ്റെ കയ്യിലുള്ള ഗെയിംസ് ഒക്കെ. ഹിയർ ഈസ് ഹാഫ് മൈ ആപ്പിൾ ആൻഡ് ഹാഫ് മൈ കേക്ക്. നോക്കിയേ, എൻ്റെ കേക്കിൻ്റെ പകുതിയും എൻ്റെ ആപ്പിളിൻ്റെ പകുതിയും നിങ്ങൾക്ക് ഞാൻ തരാം. ഐ ആം യുവർ ഫ്രണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആണ്. പോം എഴുതിയ ആളുടെ പേര് എനിറ്റ് ബ്ലൈറ്റൺ എന്ന് പറയുന്ന പോയിറ്റാണേ. വളരെ നല്ലൊരു പോയമായിരുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതുകൂടെ നോക്കാമേ. റീഡിങ് ഈസ് ഫൺ. വാട്ട് ആർ ദ തിങ്സ് ദ ഗേൾ ഡസ് നോട്ട് വാണ്ട് ടു ഷെയർ? ആ പെൺകുട്ടി എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാഞ്ഞത്? ദ തിങ്സ് ദാറ്റ് ദ ഗേൾ ഡസ് നോട്ട് വാണ്ട് ടു ഷെയർ ആർ സ്വീറ്റ്സ്, എ ബുക്ക് ആൻഡ് ഹെർ ഡോൾ. സ്വീറ്റ്സ്, ബുക്ക്, ഡോൾ, ഇതൊന്നും ആ പെൺകുട്ടി ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. ഡിഡ് ദ ബോയ് ഷെയർ ഹിസ് ടോഫി ആൻഡ് ട്രൈസൈക്കിൾ വിത്ത് അതേഴ്സ്?
ആൺകുട്ടിയോ അവന് ട്രൈസൈക്കിളും ടോഫിയും ഒക്കെ ആരുമായിട്ടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു? നോ, ദ ബോയ് ഡിഡ് നോട്ട് ഷെയർ ഹിസ് ടോഫി ആൻഡ് ട്രൈസൈക്കിൾ വിത്ത് അതേഴ്സ്. ആരുമായിട്ടും അവനും ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. വൈ ആർ ദ ടു ചിൽഡ്രൻ നോബഡീസ് ഫ്രണ്ട്? എന്തുകൊണ്ടാണ് ഈ രണ്ട് കുട്ടികളും ആരുടെയും സുഹൃത്തല്ലാതായി പോയത്? ആരുടെയും സുഹൃത്തല്ലായി പോയത്. ദ ടു ചിൽഡ്രൻ ഡു നോട്ട് ഷെയർ ദെയർ തിങ്സ് വിത്ത് എനി വൺ, ഹെൻസ് ദ ടു ചിൽഡ്രൻ ആർ നോബഡീസ് ഫ്രണ്ട്. എന്താണ് അതിന് കാരണം? ആ രണ്ട് കുട്ടികളും ആരുടെയും സുഹൃത്തല്ലായിരിക്കുന്ന കാര്യം അവരൊന്നും അവരുടേതായ സാധനങ്ങൾ ആരുമായി ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ചൈൽഡ് ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ വോണ്ട് ടു ഷെയർ? ആ അവസാനം പറഞ്ഞ സ്റ്റാൻസയില്ലേ, നമ്മുടെ പോയത്തിൻ്റെ സ്റ്റാൻസയില്ലേ, അതിലൊരു കുട്ടി എല്ലാം ഷെയർ ചെയ്യാനൊക്കെ തയ്യാറാവുന്നുണ്ടായിരുന്നല്ലോ. ആ കുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തൊക്കെ സാധനങ്ങളാണ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത്? ദ ചൈൽഡ് ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ വോണ്ട് ടു ഷെയർ ഹെർ സ്വീറ്റ്സ്, ബോൾ, ബുക്ക്, ഗെയിംസ്, ആപ്പിൾ ആൻഡ് കേക്ക്. ഇതെല്ലാം ഷെയർ ചെയ്യാൻ അവൾ ഒരുക്കുമായിരുന്നു. അവിടെ സ്വീറ്റ്, ബോള്, ബുക്ക്, ഗെയിം, ആപ്പിൾ, കേക്ക് എല്ലാം അവൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, തയ്യാറായിരുന്നു. ദർ ആർ സം മോർ ക്വസ്റ്റ്യൻസ്, ലെറ്റ് us talk. ഡു യു ലൈക്ക് ടു ഷെയർ യുവർ ഫേവറേറ്റ് ഫുഡ് ഓർ ടോയ് വിത്ത് അതേഴ്സ്? ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ടോയും ഫുഡും ഒക്കെ നിങ്ങൾ വേറൊരുമായി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? യെസ്, ഐ ലൈക്ക് ടു ഷെയർ മൈ ഫേവറേറ്റ് ഫുഡ് ഓർ ടോയ് വിത്ത് അതേഴ്സ് ബിക്കോസ് ഇറ്റ് മേക്ക് മീ ഹാപ്പി. നമ്മളങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സ്വാഭാവികമായിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ക്യാൻ യു ഡിസ്ക്രൈബ് ഹിം ഓർ ഹെർ? അത് നിങ്ങളുടെ ഒരു ഓൺ ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. ശ്രേയ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് അവിടെ എഴുതാം. ഷീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ. അവൾ വളരെ ബുദ്ധിമതിയായ പെൺകുട്ടിയാണ്. ഷീ ലവ്സ് ടു ഷെയർ തിങ്സ് വിത്ത് മീ. അവൾ സാധനങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആൻഡ് ഷീ ഓൾവേസ് ഹെൽപ്പ് മീ വെൻ എവർ ഐ ഹാവ് പ്രോബ്ലംസ്. എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ഞാൻ പെടുമ്പോൾ അവൾ എന്നെ സഹായിക്കാറുണ്ട്. ഇനി വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സപ്പോസ് യു ആൻഡ് യുവർ ഫ്രണ്ട് വെയർ വെരി ടേസ്റ്റി ആൻഡ് ദെയർ വാസ് ഓൺലി 1 glass ഓഫ് വാട്ടർ, വാട്ട് വുഡ് യു ഡു? ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ, പക്ഷേ എനിക്കും എൻ്റെ ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ദാഹിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഐ വുഡ് ഷെയർ ദ ഗ്ലാസ് ഓഫ് വാട്ടർ. അല്ലേ, നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു ഗ്ലാസ് വെള്ളം ഷെയർ ചെയ്ത് കുടിക്കും. ഇഫ് യു ഹാഡ് എ ബാറ്റ് കുഡ് യു പ്ലേ ക്രിക്കറ്റ് ബൈ യുവർ സെൽഫ്? നിങ്ങളുടെ കയ്യിലൊരു ബാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ക്രിക്കറ്റ് കളിക്കുമോ? നോ, എ ഗെയിം കനോട്ട് ബി പ്ലേഡ് എലോൺ. നമുക്കറിയാമല്ലോ, ക്രിക്കറ്റ് പോലുള്ള ഗെയിം തനിയെ കളിക്കാൻ പറ്റത്തില്ല. വി നീഡ് ഫ്രണ്ട്സ് ടു പ്ലേ. നമുക്ക് കളിക്കണമെങ്കിൽ എന്ത് വേണം? ഫ്രണ്ട്സിനെ വേണം. അടുത്ത നോക്കാം നമുക്ക്. വേർഡ് ബിൽഡിംഗ് ആണേ. അതായത് ലെസ് എന്ന വാക്കകത്ത് കുറേ വേർഡ്സ് എഴുതാനേ. ഫ്രണ്ട്ലെസ്, ഹോംലെസ്, അതായത് കൂട്ടുകാരില്ലാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥ. അതുപോലെ നിങ്ങൾക്ക് കുറേ ലെസ് ചേർത്ത് വേർഡ്. ഹോപ്പ്ലെസ്, നമുക്കൊരു പ്രതീക്ഷയില്ലായ്മ. റെസ്റ്റ്ലെസ്, അതായത് സ്ഥിരതയില്ലായ്മ. ഹെൽപ്ലെസ്, സഹായം, നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥ. യൂസ്ലെസ്, ഉപയോഗമില്ലാത്ത അവസ്ഥ. ഫിയർലെസ്, ഭയമില്ലാത്ത അവസ്ഥ. ഇനി അതുപോലെ ഇതിൻ്റെ ലെൻഡ്, നോബഡി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുണ്ട്. ലെൻഡിൻ്റെ ബോറോ, BORROW. നോബഡി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സംബഡിയാണ്, SOMEBODY. നിങ്ങളതായത് സ്പേസിലേക്ക് അത് എഴുതണേ. സെവറൽ വേർഡ്സ് മീൻ നോ. ദ വേർഡ് നെവർ ഈസ് വൺ. ഇറ്റ് മീൻസ് നോ ടൈം ഓർ നോട്ട് എവർ. നെവർ എന്ന വാക്ക് നോ എന്നാണ് അർത്ഥം. നോ ടൈം, ഒരിക്കലും അങ്ങനെയല്ല. അതായത് ഒരു നെഗറ്റീവ് മീനിങ് തരുന്നതാണ് ഏത്? നെവർ എന്ന് പറയുന്ന വേർഡ്. അതുപോലെ കുറേ നോ ഉള്ള വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നോബഡി, ആരും. നോ, അല്ല. നോവെയർ, അവിടെ അല്ല. നോ വൺ, അവിടെ ആരുമല്ല. നൺ, ആരുമല്ല. നത്തിങ്, ഒന്നുമില്ല. അപ്പം നമ്മൾ നോ എന്ന് പറയുന്ന നെഗറ്റീവ് മീനിങ് വരുന്ന കുറച്ച് വേർഡ്സാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സെൻറ്റൻസ് നോക്കിയിട്ട് ഇതിനകത്തിലെ നോ വേർഡ്സ് അണ്ടർലൈൻ ചെയ്യണേ. നോക്കാം നമുക്ക്. നോബഡി ഈസ് അറ്റ് ഹോം. അതിൽ നോ എന്ന മീനിങ് വരുന്നത് എന്താണ്? നോബഡി. റാം ഹാസ് നോ ബുക്ക്. റാമിന് എന്താണ്? ബുക്കില്ല. ക്യാൻ നോ വൺ ഹെൽപ്പ് ഹിം? നോ വൺ, ആരും ഹെൽപ്പ് ചെയ്യാനില്ല. വാസ് ഗോപാൽ നോവെയർ അറൗണ്ട്? നോവെയർ.
ആൻഡ് നൺ ഓഫ് ദി ടു ബോയ്സ് കെയിം. നൺ എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. ദെയർ ഈസ് നത്തിങ് ടു ഡു. നത്തിങ് എന്ന് പറയുന്നതും ഒരു നോ വേർഡാണ്. അതായത് നോ എന്നർത്ഥം വരുന്ന വേർഡ്സാണ് ഇത് ഒക്കെ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. സേ എലൗഡ്. രാധ ഈസ് നെവർ ലേറ്റ്. രാധ ഒരു കാരണവശാലും ലേറ്റ് ആവത്തില്ല. നോക്കിയേ, നോബഡി, എവരിബഡി, സംബഡി, സൈക്കിൾ, ബൈസൈക്കിൾ, ട്രൈസൈക്കിൾ, ഷെയർ, കെയർ, സ്റ്റെയർ, ഹെയർ, പെയർ, സ്റ്റെയർ. അതായത് നമുക്കൊരു റൈമിങ് വേർഡ്സ് ആണ് തന്നിരിക്കുന്നതെല്ലാം. അതിൽ അവസാനം എൻഡിങ് ഒരുപോലെ വരും. നോബഡി, എവരിബഡി, സംബഡി. ലാസ്റ്റ് ഒരുപോലെയാണ് പറയുന്നത് അല്ലേ, ഡി എന്നുള്ള സൗണ്ട് അല്ലേ. അടുത്തതുപോലെ സൈക്കിൾ, ബൈസൈക്കിൾ, ട്രൈസൈക്കിൾ. അതിനെല്ലാം എൻഡിങ് ഒരുപോലെ വരുന്നതിന് നമ്മൾ റൈമിക് വേർഡ്സ് എന്ന് പറയും. ഇവിടെ നമുക്ക് 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്രെയിനും ഒന്ന് ഫ്രണ്ടുമാണ്. അതിനുള്ള റൈമിങ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ട്രെയിൻ, ചെയിൻ, ഗ്രെയിൻ, പ്ലെയിൻ. പറഞ്ഞ് നിർത്തുന്ന ഒരുപോലെ അല്ലേ. ഫ്രണ്ട്, എൻഡ്, സ്പെൻഡ്, ട്രെൻഡ്. ഇതെല്ലാം റൈമിങ് വേർഡ്സ് ആണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. വൺസ് എ ലയൺ lay fast asleep in the Ranthambore forest of Rajasthan. Some mice were playing on hide and seek near him. One mouse got trapped under the lion's paw. The lion woke up, laughed loudly, and let the mouse go. After some days, the mouse heard the lion's roar. He saw that the lion lay in great pain as he was tied with many ropes. The mouse used sharp teeth and cut the rope. You are a true friend, said the lion. ഇത് ഈസോപ്പ് ഫേബിൾ എന്നുള്ള ഒരു കഥയാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു ലയണിൻ്റെ അടുത്ത് ഇങ്ങനെ മൗസ് എല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ ഒരു മൗസ് പെട്ടുപോയി. അതിനെ ആ ലയൺ സ്വതന്ത്രമാക്കി, അതായത് ഉപദ്രവിക്കാതെ വിട്ടു. പിന്നെ ഒരു ദിവസം ലയണിനെ ഒരു ട്രാപ്പിൽ പെട്ടു. ആ ലയൺ ട്രാപ്പിൽ പെട്ടപ്പോൾ, ആ സിംഹം ട്രാപ്പിൽ പെട്ടപ്പോൾ അതെന്ത് ചെയ്തു, ഈ എലി ചെന്ന് ആ റോപ്പെല്ലാം കടിച്ച് മുറിച്ച് അതിനെ രക്ഷിച്ചു. അപ്പം ആ ലയൺ പറയാണ്, നീ എൻ്റെ ട്രൂ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ ഒരു പ്രോവർബ് തന്നിട്ടുണ്ട് കേട്ടോ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. പ്രോവർബ് എന്ന് പറഞ്ഞാൽ എന്താ, പഴഞ്ചൊല്ലം നമ്മൾ പറയത്തില്ലേ, പണ്ട് മുതലേ പറയുന്ന കാര്യം. PROVERB, പ്രോവർബ്. ഒരു ഫ്രണ്ട് ഇൻ നീഡ്, അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന ഫ്രണ്ടാണ് യഥാർത്ഥ ഫ്രണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഫ്രണ്ട് ഒരിക്കലും നല്ല ഫ്രണ്ടല്ല. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, വി മസ്റ്റ് ബി ദെയർ ഫോർ ഫ്രണ്ട് ഇൻ ട്രബിൾ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടാവണം. ഓൺലി എ ഗുഡ് ഫ്രണ്ട് വിൽ ബി വിത്ത് അസ് വെൻ വി ആർ ഇൻ ട്രബിൾ. നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ, അല്ലെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ മാത്രമാണ് നല്ലൊരു ഗുഡ് ഫ്രണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.